നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ UPI പേയ്മെന്റ് ചെയ്യുന്ന ആപ്പുകൾക്ക് എങ്ങനെയാണ് ലാഭം കിട്ടുന്നതെന്ന്? അതായത് നിങ്ങളൊരു പൈസ അയച്ചു കഴിഞ്ഞാൽ ആ കറക്റ്റ് എമൗണ്ട് തന്നെ അടുത്ത അക്കൗണ്ടിലേക്ക് എത്തുന്നു. പിന്നെ ഇവർക്ക് എന്താണ് ഇതിനുള്ള ലാഭം? സംഭവം ഒരു സിമ്പിൾ ആണ്. ആദ്യമത്തെ അവരുടെ ബിസിനസ് സ്ട്രാറ്റജി ആയിരുന്നു നിങ്ങളെ അവരുടെ ഒരു പ്രൈം കസ്റ്റമർ ആക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു ഫീസ് പോലെ ഈടാക്കാണ്ട് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് തന്നുകൊണ്ട് അവർ നിങ്ങളുടെ ഒരു ആപ്പിന്റെ പ്രൈം മെമ്പർ ആക്കി. ഇനി ഈ ടൈമിൽ എങ്ങനെയാണ് അവർക്ക് പ്രോഫിറ്റ് കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പേയ്മെന്റ് ചെയ്യാനായിട്ട് പല സൈറ്റിൽ കയറുമ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇങ്ങനെ പല ഓപ്ഷൻ. നിങ്ങൾ ഇതിൽ സെലക്ട് ചെയ്യുന്ന UPI ആപ്പ് വഴി നിങ്ങൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ അവർക്ക് ചെറിയൊരു തോതിൽ കമ്മീഷൻ കിട്ടും. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് റിവാർഡ് എന്ന പേരിൽ പല കൂപ്പൺസ് കിട്ടും. ഇനി നിങ്ങൾ ഈ കൂപ്പൺ യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഒരു കമ്മീഷൻ പോലെ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ഒരാളെ റെഫർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് കിട്ടുന്ന പോലെ തന്നെ ഒരു ചെറിയ എമൗണ്ട് ഇവർക്കും കിട്ടും. ഇനി ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന മിക്ക കാര്യത്തിനും അവരൊരു കൺവീനിയൻസ് ഫീ എന്ന് പറയുന്നൊരു ഫീ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ ഒരു സ്റ്റേജ് പറയുമ്പോൾ നമ്മൾ UPI പേയ്മെന്റ് ചെയ്യുമ്പോൾ പോലും നമ്മളിത് ചെറിയൊരു എമൗണ്ട് കൺവീനിയൻസ് ഫീ ആയിട്ട് അവർ ഈടാക്കും. അപ്പൊ ഓക്കെ, മീ